അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ, പ്രായമായ ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകാറുണ്ട്. ഉപ്പാര് ഉമ്മാര് വല്യപ്പാരൊക്കെ കൂട്ടിയിട്ട് എന്താ ആവുക എന്നുള്ള ഒരു ബേജാറുണ്ടാകും. ഇങ്ങനെയുള്ള രോഗികളായ ആളുകൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അവരെന്ത് ചെയ്യും? നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയാണിത്. സാധാരണ രീതിയിൽ ഇഹ്റാം ചെയ്യുമ്പോൾ ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ ഇവർ കുടുങ്ങൂല. അതല്ലെങ്കിൽ ഹജ്ജും ഉംറയും പൂർത്തിയാക്കാത്ത കാലത്തോളം ഇവർ ഹജ്ജിലും ഉംറയിലും തന്നെയായിരിക്കും. ഇഹ്റാമിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഹജ്ജും ഉംറയും ചെയ്യുന്ന ആളുകൾ നിയ്യത്ത് വെക്കുന്നത് പോലെ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും ഞാൻ ഇഹ്റാം ചെയ്തു അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ലബ്ബൈക പറഞ്ഞാൽ ഇവർക്ക് സഅയ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു, റൂമിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല, ഉംറയാണ്, മറ്റേ രോഗം വന്നു, കിടപ്പായി, അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ക്ഷയരോഗം വന്നു, ഒരല്പം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു, ഇവരാണെങ്കിൽ ഇഹ്റാം ചെയ്തിട്ടുണ്ട്. എന്തു ചെയ്യും? ഒരു മാർഗവുമില്ല. അവരെങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഇഹ്റാം ചെയ്തുകൊണ്ടാണ് അവർ മരിക്കുക. മുഹരിമിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവരുടെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറഫയ്ക്ക് പോകാൻ പറ്റുന്നില്ല, മിനായിലേക്ക് പോകാൻ പറ്റുന്നില്ല, റൂമിൽ കിടപ്പായി, അറഫല്ലെങ്കിൽ ഹജ്ജ് ഉണ്ടാവില്ലല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കാലം കഴിഞ്ഞാലും ഹജ്ജിലും ഉംറയിലുമാണ്. ഇവർക്ക് തഹല്ലുലാകാൻ മാർഗമല്ല. തഹല്ലുലാകാൻ മാർഗമല്ല എന്ന് പറയുമ്പോൾ ഒരു മുഹരിമ് ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്ത ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ചുറ്റപ്പെട്ട വസ്ത്രം, തുന്നി ചുറ്റപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. പുരുഷൻ ഷെഡിയും നിക്കറൊന്നും ധരിക്കാൻ പാടില്ല. ധരിച്ചാൽ ഫിദിയ കൊടുക്കേണ്ടി വരും, ഹറാമ് വരും. മുഖം മറക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല പുരുഷൻ. സ്ത്രീയാകുമ്പോൾ മുഖം മറക്കാൻ പാടില്ല. ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുഹരിമിനെ എങ്ങനെയാണോ ഇഹ്റാം കഫൻ ചെയ്യേണ്ടത് അങ്ങനെ കഫൻ ചെയ്യണം. മുഖം മറക്കാതെ സ്ത്രീയെ കഫൻ ചെയ്യണം, തല മറക്കാതെ പുരുഷനെ കഫൻ ചെയ്യണം. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇവർക്ക് ഇനി രോഗം സുഖപ്പെട്ടു നിൽക്കുക, പിറ്റത്തെ വർഷം ഇത് പൂർത്തിയാക്കുന്നത് വരെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല, വസ്ത്രധാരണം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. പക്ഷേ ഇവർ ഇഹ്റാമിലായിട്ട് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്വം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ? നെയ്യത്ത് വെക്കുമ്പോഴേ ഇപ്രകാരം നെയ്യത്ത് വെക്കുക. അസുഖം വന്നാൽ ഞാൻ ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാണ്, ഹജ്ജിന് ഇഹ്റാം ചെയ്യാണ്, അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാണ്. അസുഖം വന്നാൽ ഞാൻ ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും വിരമിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി? നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ ഇഹ്റാം ചെയ്തപ്പോൾ. അപ്പോൾ ആ നിബന്ധന വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തഹല്ലുലായി എന്ന് കരുതിയാൽ മതി. ഹജ്ജിൽ നിന്ന് ഉംറയിൽ നിന്ന് ഞാൻ തഹല്ലുലായി എന്ന് കരുതിയാൽ മതി. അപ്പോൾ ചോദിക്കും, അവിടെ അറവ് നടത്തേണ്ടതുണ്ടോ, ആടിന് അറക്കേണ്ടതുണ്ടോ? അതും നിർബന്ധമല്ല. ആടിന് അറക്കാത്ത രീതിയിലാണ് അയാൾ തഹല്ലുനെ നിബന്ധന വെച്ചതെങ്കിൽ ആടിന് അറക്കണ്ട. ആടിന് അറുത്തുകൊണ്ട് തഹല്ലുൽ ചെയ്യുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ ആടിനകത്ത് തഹല്ലുലാകേണ്ടതുള്ളൂ. ഇനി ഒന്നും പറഞ്ഞില്ല, അസുഖം വന്നാൽ ഞാൻ ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലാകുമെന്നാണ് അയാൾ പറഞ്ഞതെങ്കിൽ അയാൾ ആടിനൊന്നും അറക്കാതെ കേവലം ഒരു നിയ്യത്തോടുകൂടി അയാൾ ഹജ്ജ് ഉംറയിൽ നിന്ന് വിരമിക്കുന്നതാണ്. ഇനി അയാൾ അടുത്ത വർഷം ചെയ്യേണ്ട ഹജ്ജ് ഉംറയൊന്നും ചെയ്യാൻ അയാൾക്ക് നിർബന്ധം ഇല്ല. ഇനി ഹജ്ജ് ഉംറയ്ക്ക് മാത്രമൊന്നും അല്ലട്ടോ ഈ വിഷയമുള്ളത്. എനിക്കെന്തെങ്കിലും ക്ലറിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, എനിക്ക് ഹയല് കാരണമായിട്ട് എനിക്ക് തവാഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, ഒരു 4 ദിവസത്തെ ഉംറയ്ക്ക് പോവാണ് അയാൾ, സ്ത്രീ, ആ സന്ദർഭത്തിൽ വരെ എനിക്ക് ഹയലുണ്ടായി ബുദ്ധിമുട്ടായാൽ ഞാൻ തഹല്ലുലാകുമെന്നൊരാൾ നിബന്ധന വെക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഉംറയിൽ നിന്ന് ആ സ്ത്രീക്ക് വിരമിക്കാനും സാധിക്കുന്നതാണ്. ഇനി ഇങ്ങനെ നിയ്യത്ത് വെക്കട്ടോ, ഞാൻ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആൾ എനിക്കിങ്ങനെ ശാരീരികമായ പ്രയാസ രോഗം വന്നാൽ അല്ലെങ്കിൽ മറ്റേ ബുദ്ധിമുട്ട് വന്നാൽ ഞാനതിന് ഉംറയാക്കി മാറ്റും എന്നാണ് നിബന്ധന വെക്കുന്നത് എങ്കിൽ ഉംറയാക്കി മാറ്റാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അറഫയിൽ നിൽക്കേണ്ടതില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് തവാഫും സായും ചെയ്യിപ്പിച്ചാൽ മതിയാകും. അതെപ്പോഴും അസുഖം സുഖപ്പെട്ട് എപ്പോഴും പറ്റും. അറഫയാകുമ്പോൾ പറ്റില്ലല്ലോ. അറഫയാകുമ്പോൾ ദുൽഹിജ്ജ 9 തന്നെ നിർബന്ധമാണല്ലോ.
യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിയ്യത്ത് വെച്ചിട്ട് കാര്യമില്ല, നിബന്ധന വെച്ചിട്ട് കാര്യമില്ല. ഇഹ്റാം ചെയ്യുമ്പോഴേ നിയ്യത്ത് വെക്കണം. പിന്നീട് നിയ്യത്ത് വെക്കുന്നതിന് പ്രസക്തിയില്ല, അത് പരിഗണിക്കപ്പെടുന്നതല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗികളായ ആളെ കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യിപ്പിക്കാൻ പോകുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ പലവട്ടം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.